ശ്രീ അമൃത് ജി കുമാർ, നോക്കൂ, ഇത്തവണത്തെ എൻട്രൻസ് പരീക്ഷയുടെ കീം റിസൾട്ട് വന്നപ്പോൾ കീം റാങ്ക് ലിസ്റ്റിൽ ഇത്തവണത്തെ ആദ്യത്തെ 10 പേരിൽ 5 പേർ കേരള സിലബസുകാരാണ്. ആദ്യത്തെ 100-ൽ 43 പേർ കേരള സിലബസുകാരാണ്. ആദ്യത്തെ 5000-ൽ 2539 പേർ കേരള സിലബസുകാരാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 70% വിദ്യാർത്ഥികളും പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളും കേരള സിലബസ് ഫോളോ ചെയ്യുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ തന്നെയാണ് റിസൾട്ട് വരേണ്ടത്. പക്ഷേ കഴിഞ്ഞ വട്ടവും അതിന് മുമ്പത്തെ വട്ടമൊന്നും അങ്ങനെ ഉണ്ടായില്ല. CBSE വിദ്യാർത്ഥികളുടെ അപ്രമാദിത്വം ഈ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായി. അത് കേരള വിദ്യാർത്ഥികൾ നേരിടുന്ന, കേരള സിലബസിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന നീതി നിഷേധമാണ് എന്ന നിലയിലാണ് ചൂണ്ടിക്കാണിച്ചത്. ആ അനോമലി പരിഹരിക്കാനാണ് സർക്കാർ ഇക്കാര്യം ചെയ്തത്. പക്ഷേ ചെയ്തത് വൈകിപ്പോയി, പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തു. ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അടുത്ത തവണ ഇത് ഉണ്ടാവാതിരിക്കാൻ എന്ത് വേണം? അഭിലാഷ്, ഈ പ്രശ്നം പെട്ടെന്നുണ്ടായ ഒരു പ്രശ്നം, ഒരു ഇഷ്യൂ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം 2011 പ്രോസ്പെക്ടസ് കമ്മിറ്റി രൂപീകരിക്കപ്പെടുകയും പ്രോസ്പെക്ടസ് കമ്മിറ്റി അതിന്റെ വിശദമായിട്ടുള്ള പ്രോസ്പെക്ടസ് തയ്യാറാക്കുകയും ചെയ്തു. ഇപ്പൊ ഏതാണ്ട് 14 വർഷത്തോളം കഴിഞ്ഞല്ലോ. അപ്പൊ ഈ 14 വർഷങ്ങളോളമായിട്ട്, ഇന്നിപ്പോ 2025-ലല്ലേ നമ്മളിപ്പോ ഉള്ളത്, ഈ 14 വർഷങ്ങളായിട്ട് ആർക്കാണ് ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 14 വർഷമായി ആർക്കോ ഡിസഡ്വാൻറ്റേജ് നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഈ കീം എക്സാമിനേഷന്റെ തലേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഒരു റിവ്യൂ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്ത് ആ റിവ്യൂ കമ്മിറ്റിയുടെ എക്സ്പെർട്ട് ഒപ്പീനിയന്റെ അടിസ്ഥാനത്തിൽ സ്റ്റാൻഡർഡൈസേഷനെ റീഫിക്സ് ചെയ്യുക എന്നുള്ളത് എനിക്കൊന്ന് കഴിഞ്ഞ 14 വർഷത്തെ വിളംബത്തിന് ഒരു ഉത്തരമല്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യണം എന്നുണ്ടായിരുന്നെങ്കിൽ 14 വർഷത്തെ ഗ്യാപ്പിനിടയിൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് പ്രോസ്പെക്ടസ് കമ്മിറ്റിയെ റീ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് പ്രോസ്പെക്ടസ് കമ്മിറ്റിയുടെ വിശദമായിട്ടുള്ള പഠനങ്ങൾ നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രോസ്പെക്ടസ് ആവിഷ്കരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ചെറിയ ഒരു ഇടവേളയ്ക്കുള്ളിൽ സ്റ്റാൻഡർഡൈസേഷൻ റിവ്യൂ കമ്മിറ്റി മാത്രം വന്നതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. മറിച്ച് സ്റ്റാൻഡർഡൈസേഷൻ റിവ്യൂ കമ്മിറ്റിക്ക് അപ്പുറത്തേക്ക് പ്രോസ്പെക്ടസ് കമ്മിറ്റി തന്നെ നിലവിൽ വരണം. പ്രോസ്പെക്ടസ് കമ്മിറ്റി നിലവിൽ വരുമ്പോൾ ഈ മെഡിക്കൽ കോഴ്സുകൾക്ക്, എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക്, അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സുകൾക്ക്, പാരാമെഡിക്കൽ കോഴ്സുകൾക്കൊക്കെ തന്നെ ഓരോ സബ്ജക്റ്റിനും ആവശ്യമുള്ള കൃത്യമായിട്ടുള്ള വെയിറ്റേജ് എത്രയാണെന്നുള്ളതിനെ കുറിച്ച് അതാത് മേഖലകളിലെ എക്സ്പേർട്ടുകൾ അവരുടെ ഒപ്പീനിയൻ പറയേണ്ടതുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനകത്തൊരു ഫിക്സേഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ. കോമൺ ആയിട്ടുള്ള ഒരു ഫിക്സേഷൻ അപ്പുറത്തേക്ക് ഓരോ വിഷയങ്ങൾക്കും ആവശ്യമായിട്ടുള്ള വെയിറ്റേജ് 1:1:1 എന്നുള്ള വെയിറ്റേജ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 5:3:2 ആണെങ്കിൽ അങ്ങനെ, ആ വെയിറ്റേജ് കൊണ്ടുവന്ന് ഡിസൈഡ് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട റൂള് വഹിക്കേണ്ട അതാത് മേഖലകളിലെ വിദഗ്ധരാണ്. ഇപ്പൊ മെഡിക്കൽ ആണെങ്കിൽ മെഡിക്കൽ വിദഗ്ധരാണ്. അത്തരത്തിൽ വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തി മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.